ന്യൂഡൽഹിയെ വെച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ സംഭവമായിരുന്നു. അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിലും ഒക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ഏകദേശം ഇപ്പം വിവരിച്ചു കഴിഞ്ഞു. അതർ ലാംഗ്വേജിൽ കണ്ടവരൊക്കെ, മറ്റ് ലാംഗ്വേജിൽ കണ്ടവരൊക്കെ ഈ പടം ഒരു അത്ഭുത ചിത്രമായിട്ടാണ് വിലയിരുത്തിയത്. റഷ കണ്ടപ്പോഴേ തന്നെ ആൾക്കാർ പറഞ്ഞു ഇത് സൂപ്പർ ഹിറ്റ് ആകും, സൂപ്പർ ഹിറ്റ്. പക്ഷേ നമുക്കന്നേരം ഈ മമ്മൂട്ടിയുടെയും അന്നത്തെ ഇമേജും കാര്യങ്ങളും ഇത് അത്ര ഹിറ്റ് ആകുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവസാനം റിവൈസിംഗ് കമ്മിറ്റി വന്നു. ഞങ്ങൾ ഡിലേ ആയി പോകുമ്പോഴത്തേനും ബോംബെയിലാണ് റിവൈസിംഗ് കമ്മിറ്റിയുടെ സെൻസർ ബോർഡ്. ഞാനും സത്യാമൂസ് ത്യാഗരാജനും കൂടെ ബോംബെക്ക് പോയി. അവിടെ പോയി സെൻസർ ബോർഡ് ചെയർമാനെ കാണാനായിട്ട് ഞങ്ങൾ അവിടെ പോയി നമ്മുടെ സൺ ആൻഡ് സാൻഡ് ഹോട്ടലിൽ താമസിച്ച് ഞങ്ങൾ പോയി കണ്ടു. അതിന് പറഞ്ഞ് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവിടുന്ന് റിവൈസിംഗ് കമ്മിറ്റി വരട്ടെ, അപ്പം നമ്മൾ റിവൈസിംഗ് കമ്മിറ്റി ഒന്ന് പെട്ടെന്ന് വെപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളോട് വന്നെന്ന് പറഞ്ഞു. അവർ പിന്നെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് റിവൈസിംഗ് കമ്മിറ്റി വെക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് റിവൈസിംഗ് കമ്മിറ്റി വെച്ചു. പക്ഷെ അന്ന് ഭാസ്കരൻ മാസ്റ്റർ റിവൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, ഭാസ്കരൻ മാസ്റ്റർ. പിന്നെ ഒരു പ്രൊഫസർ റഹീം സാറ്, ഇവരൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവരെയൊക്കെ അന്നത്തെ സമയത്ത് ഈ മലയാള സിനിമ തന്നെ ഒരു വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. കാരണം ചിത്രങ്ങളൊന്നും പിന്നെ എല്ലാം പരാജയപ്പെട്ട് നിൽക്കുന്നു. കളക്ഷനിൽ തിയേറ്ററുകാരുമൊക്കെ ആപ്പാടെ അസ്വസ്ഥരായിരുന്നു. ആ സമയത്ത് ഞാൻ പോയി പറഞ്ഞു മലയാളത്തിലുള്ള 2 നടന്മാരിൽ ഒരാൾ ഡൗൺ ആയിട്ടിരിക്കുന്നു, അപ്പം എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി എങ്ങനെ മുമ്പോട്ട് പോകും എന്നിങ്ങനെ ഒക്കെ പറഞ്ഞ് ഭാസ്കരൻ മാസ്റ്ററോടൊക്കെ നമ്മളത് പറഞ്ഞു. ഭാസ്കരൻ മാസ്റ്റർ ശരിയാണ് പറഞ്ഞു. സാറേ നല്ല പടമാണ്, സാറൊന്ന് കണ്ടു നോക്ക്. ഇതുപോലൊരു ചിത്രം അടുത്ത കാലത്ത് സാറ് ഡയറക്ടറാണല്ലോ, സാറ് ഒരു റൈറ്ററാണല്ലോ, ഡയറക്ടറാണല്ലോ, ഒരു കവിയാണല്ലോ. സാറ് പടം കണ്ടിട്ട് ഡിസൈഡ് എടുക്കുക, സാറിൻ്റെ ഇൻഡിപെൻഡൻറ്റ് മനസ്സിലൊന്ന് തീരുമാനമെടുക്കുക, ഇത് ആർക്കെങ്കിലും ദോഷം ചെയ്യുമെന്ന് നോക്ക് എന്ന് ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ കാണാമെന്ന് പറഞ്ഞ് സാറ് കണ്ട് ഭയങ്കരമായിട്ട് പുള്ളിക്ക് സാറിന് ഇഷ്ടപ്പെട്ടത്. പടം ഗംഭീരമായിട്ടുണ്ട്, ഈ പടം റിലീസ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ റിവൈസിംഗ് കമ്മിറ്റി അത് പാസ്സാക്കി. അങ്ങനെയാണ് രണ്ടാമത് ആദ്യത്തെ സെൻസർ ബോർഡ് അത് തടഞ്ഞെങ്കിൽ റിവൈസിംഗ് കമ്മിറ്റി അത് പാസ്സാക്കി ചിത്രം നമുക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചത്. പക്ഷെ റിലീസ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ അന്ന് ജൂൺ മാസത്തിലാണ് നമ്മൾ റിലീസ് ചെയ്തത്, ജൂലൈ 7-ാം തീയതി. പക്ഷെ നല്ല മഴയായിരുന്നു, മഴക്കാലമായിരുന്നു. പക്ഷേ അന്നത്തെ മമ്മൂട്ടിയുടെ മാർക്കറ്റ് ഡൗണും ഈ ചിത്രം എടുക്കുമ്പോൾ പലരും എന്നോട് പറഞ്ഞതാണ് എന്തിന് ഇതെടുക്കുന്നു, ഇത് ആവശ്യം. ഇപ്പം ജോഷിയുടെ ചേട്ടൻ കുട്ടപ്പണ്ണൻ തന്നെ ജോഷിയോട് പറയും നിനക്കൊക്കെ വേറെ പണിയില്ലേ, ഇത്രയും ഔട്ടായിരിക്കുന്ന ഒരു ആളിനെ വെച്ചെടുക്കണ്ടോ. അന്നേരം ജോഷി പറഞ്ഞു ഇത് പടം നല്ലതാണ്. എന്ത് പടം എന്ന് പറയും. ഞാനതുപോലെ തന്നെ തൃശ്ശൂർ രാമദാസ് തിരുമേനിയുടെ അടുത്ത് പറഞ്ഞു. തിരുമേനിക്കും ഒട്ടും താല്പര്യമില്ലായിരുന്നു പടം കളിക്കാനായിട്ട്. പിന്നെ ജൂബിലിയുടെ പടങ്ങൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ആയതുകൊണ്ടാണ് പുള്ളി അത് ഡേറ്റ്. പുള്ളി കാരണം അതുപോലെ മാർക്കറ്റ് ഔട്ടെന്നുള്ളൊരു ഇതായിരുന്നു അന്നത്തെ കാലത്ത്. അത് പ്രേക്ഷകർക്ക് ഈ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള പ്രേക്ഷകർക്ക് അത് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പരസ്യം ഒരു വ്യത്യസ്തമായ രീതി ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ച് അതനുസരിച്ച് ഗായത്രി അശോകൻ അതിൻ്റെ ന്യൂ ഡൽഹി എന്ന് ഉള്ളതിനൊരു പേസ്റ്റ് കൊണ്ടിങ്ങനെ ഞെക്കി ന്യൂഡൽഹിയിൽ നിന്ന് ഇങ്ങനെ ആണ് അതിൻ്റെ ലെറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു പുതുമയായിരുന്നു അന്നത്തെ കാലത്ത്. ന്യൂഡൽഹി എന്നുള്ള എഴുത്ത് തന്നെ. പിന്നെ എൻ്റെ ന്യൂഡൽഹിയിലെ വിഷ്വൽസ് വെച്ച് നമ്മുടെ നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക്, പാർലമെൻറ്റ് മന്ദിരം വെച്ചിട്ട് ഇങ്ങനെ മമ്മൂട്ടിയും സുമലതയും കൂടെ നടന്നു പോകുന്ന അതൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തത്. പിന്നെ പോസ്റ്റേഴ്സൊക്കെ തന്നെ വ്യത്യാസമായിരുന്നു, പരസ്യങ്ങൾ നല്ല ഇതായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും പടം കണ്ട് ആൾക്കാർ സൂപ്പർ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു കളക്ഷൻ അങ്ങോട്ട് വരുന്നില്ല. നല്ല മഴ, ഭയങ്കര മഴ സീസണാണല്ലോ റിലീസ് ചെയ്തത്. അപ്പം നമുക്കൊക്കെ പ്രയാസമായി. പിന്നെ അങ്ങനെ പരസ്യം നമ്മൾ ബൂസ്റ്റ് ചെയ്ത് പതുക്കെ കയറ്റി പടം വന്നു. പിന്നീട് ഇത് തിയേറ്ററുകളിൽ ഓടി. പക്ഷേ നമ്മൾ വിചാരിച്ച നമ്മൾ സംതൃപ്തമായ രീതിയിൽ ഉള്ളൊരു നമുക്ക് ലഭിച്ചില്ല. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പിന്നീട് പണം കണ്ടിറങ്ങുന്നവരൊക്കെ സൂപ്പർ പടം. ഞാനൊരു കാര്യം പറയാൻ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ റഷ് കണ്ടിട്ട് ദാമോദരൻ മാസ്റ്റർ എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു ജോയി നിനക്ക് അഭിമാനിക്കാം, ജോഷിക്ക് അഭിമാനിക്കാം,
ഡെന്നീസിനെ അഭിനയിക്കാം. ഏത് സായിപ്പിൻ്റെ മുമ്പിലും കൊണ്ട് ഈ പടം കാണിച്ചിട്ട് കണ്ടോടാ ഞങ്ങളുടെ പരിമിതമായ ഫെസിലിറ്റി വെച്ചുകൊണ്ട് നിന്നെയൊക്കെ വെട്ടുന്ന രീതിയിലുള്ള പടം ഞങ്ങൾ എടുത്തിരിക്കുന്നുവെന്ന് ധൈര്യമായിട്ട് പറയാം എന്ന് അദ്ദേഹം അവനടുത്ത് പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു ഒരു 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 മനസ്സിനൊരു സുഖം തോന്നുക. കൊള്ളാം, നമ്മൾ നന്നായിരിക്കും. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനി ലാബ് വെച്ച് സത്യജിത്രയുടെ മകൻ സന്ദീപ് റേ ഈ ചിത്രം കാണുന്നു. അപ്പം ജെമിനി ലാബൊക്കെ അന്നേരം ഇത് ചർച്ചാ വിഷയമായി. ഈ ന്യൂഡൽഹി വന്നപ്പോൾ ഇത് ഒരു മലയാളത്തിന് ഇങ്ങനെ ഒരു പടം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചർച്ചാ വിഷയമായപ്പോഴത്തന്നെ സന്ദീപ് റേ ഇത് പടം കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് വളരെ അഭിനന്ദിച്ച് പറഞ്ഞ് ഞാൻ കൽക്കട്ടയിൽ പോകുന്നുണ്ട്. അന്ന് സത്യജിത്രേ ജീവിച്ചിരിപ്പുണ്ട്, ആൾ സുഖമില്ലായിരിക്കും. അപ്പം ഇത് ഫാദറിന് ഇത് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് അറേഞ്ച് ചെയ്ത്. അപ്പം ജെമിനിയുടെ ഈ ബംഗാളി ചിത്രങ്ങളൊക്കെ ഇവിടെയാണ് ജെമിനിയിലാണ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ലാബ് പ്രിൻ്റ് കൊണ്ടുപോകുക. അപ്പം ബംഗാളി അവിടുത്തെ ഒരു PRO, ജെമിനിയുടെ ഒരു PRO ഉണ്ട്. അപ്പം ആ PRO ആണ് കുട്ടിയാണ് ഞങ്ങൾ കാണുന്നത്, എന്നെ ഒന്ന് കാണാൻ വന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ ഞാനത് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പ്രിൻ്റ് അയച്ചു തരാം. സത്യജിത്ത് സാറല്ലേ അദ്ദേഹം കാണും മലയാളം ഇന്ത്യ ലോക സിനിമയുടെ ഒരു നമ്മുടെ പടം കാണണമെന്ന് ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അവിടെ ചെന്നപ്പോഴേക്കും വീണ്ടും സിക്കായിപ്പോയി. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കാണിക്കാൻ സാധിച്ചില്ല. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തൊരു ചിത്രമായിരുന്നു. ജോഷിയെ പുള്ളി പേഴ്സണലായിട്ട് കൊണ്ട് ഡെന്നീസ് ജോസഫിനെയൊക്കെ നേരിട്ട് കണ്ട് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ഇത് കേരളത്തിലെ റിലീസ് കഴിയുമ്പോൾ നമ്മൾ തന്നെ അവരോട് തന്നെ ഇതിന് ഈ റീമേക്കിൻ്റെ ഉള്ള എൻക്വയറി വന്നു. അപ്പം ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും ഇത് തമിഴ് റീമേക്ക് ചെയ്യുന്നില്ല, തമിഴ് നമ്മൾ മലയാളം ആസിറ്റീസ് നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. കാരണം ഈ മലയാള ചിത്രത്തിന് അന്ന് തമിഴ്നാട്ടിൽ ഈ മലയാള ചിത്രത്തിൻ്റെ കൂടെ ഈ സെക്സ് ബിറ്റ് ചേർത്ത് പടങ്ങൾ കളിക്കുന്നൊരു അവസരമായിരുന്നു. അപ്പോൾ അത് നമുക്ക് മലയാളത്തിന് തന്നെ ഒരു മോശം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ചിത്രം അതിൻ്റെ പേര് മാറ്റിയെടുക്കണം എന്നൊരു നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ അന്നത്തെ DGP തമിഴ്നാട് DGP രാജശേഖരൻ നായർ സാറായിരുന്നു. രാജശേഖരൻ നായർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാമ്പാടിക്കാരനാണ്, കോട്ടയത്ത് പാമ്പാടിക്കാരനാണ്. അദ്ദേഹം തമിഴ്നാട് പോലീസിൽ നിന്ന് DGP വരെയായി. ഈ നമ്മുടെ എല്ലാ ജൂബിലിയുടെ എല്ലാ ചിത്രങ്ങൾ വരുമ്പോഴത്തേക്കിന് നമ്മൾ അദ്ദേഹത്തെ പ്രിവ്യൂവിന് വിളിക്കുമായിരുന്നു. കാരണം ജീവൻ എന്ന് പറഞ്ഞ ജീവകുമാർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഈ രാജശേഖരൻ നായർ. അപ്പം അവർ ഫാമിലിയായിട്ട് ജീവൻ്റെ ഫാമിലിയും രാജശേഖരൻ സാറിൻ്റെ ഫാമിലിയും ഞങ്ങളുടെ എല്ലാ പടത്തിൻ്റെയും പ്രിവ്യൂ ഒന്ന് കാണുമായിരുന്നു. അപ്പോൾ നമ്മൾ പടം റിലീസ് ചെയ്യുമ്പോൾ മദ്രാസിലുള്ള നമ്മൾക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ മലയാളികളെന്ന് വിളിച്ച് കാണിക്കും. അതിന് രണ്ട് ഉദ്ദേശമുണ്ട്. കാരണം ഒന്ന്, ഈ പടത്തിൻ്റെ അഭിപ്രായം ഒന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുമോ, അവരുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടും, കേരളത്തിൽ ഈ പടം ഓടുകയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനും കൂടിയാണ്. അപ്പോൾ അവരുടെ അഭിപ്രായം വെച്ചാൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അന്നത്തെ അവരുടെ ഓഡിയൻസിൻ്റെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ചിലപ്പം ചില ചേഞ്ചസൊക്കെ വരുത്താറുണ്ട്. അത് ആസിറ്റീസ് നമ്മൾ എഡിറ്റിങ്ങിൽ ഫൈനൽ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ ചെയ്യുമായിരുന്നു. അതൊരു ഫീഡ്ബാക്കായിരുന്നു. അപ്പോൾ അതിന് ഇവരെ ഒക്കെ വിളിച്ച് വരുത്തി നമ്മൾ കാണിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം രാജശേഖരൻ നായർ സാറുമായിട്ട് നമുക്കുണ്ടായിരുന്നു. ഞാൻ അന്ന് എൻ്റെ സന്ദർഭം എന്ന് പറഞ്ഞ പടം വടപ്പള്ളിയിലെ ഭരണി തിയേറ്ററിൽ കളിക്കുന്നു ആയിട്ട് ഞാൻ അറിഞ്ഞു. അതിനകത്തൊരു സെക്സ് ബിറ്റ് ചേർത്ത് കളിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനൊരു വലിയ സന്ദർഭം പോലൊരു പടത്തിനകത്ത് സെക്സ് ബിറ്റ് ചേർത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു മോശമല്ലേ. ഞാൻ നേരെ ചെന്ന് രാജശേഖരൻ സാറിനെ അദ്ദേഹത്തിൻ്റെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനൊരു അവസ്ഥയുണ്ട്, നമ്മുടെ മലയാള സിനിമയെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. സാറേ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിടിച്ച് ഇവരുടെ പേരിൽ കേസെടുക്കണം. അപ്പോൾ ഉടനെ തന്നെ പുള്ളിയുടെ അസിസ്റ്റൻ്റ് വിളിച്ചിട്ട് ജോയി ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്ത്
ഒരു 6 പോലീസുകാരെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓഫീസിൽ, ഞാൻ ഓഫീസിലേക്ക് പോയപ്പോൾ 6 പോലീസുകാർ നമ്മുടെ ഓഫീസിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഷോ കടിക്കുമ്പോഴത്തേന് ഞങ്ങൾ പോയി അറസ്റ്റ് ചെയ്യാൻ തോന്നും. ഞാൻ പറഞ്ഞു അങ്ങനെ പോയാൽ കിട്ടത്തില്ല, അത് നിങ്ങൾ പോലീസാണെന്ന് പറയുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ ഇടത്തില്ല, അല്ലെങ്കിൽ അവർ മാറ്റിക്കളയും. പക്ഷേ ഇത് ഷോ നടക്കുമ്പോൾ പിടിച്ചാലേ കിട്ടും. കാരണം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 2 പ്രൊജക്റ്റാണ് ഉള്ളത്. ഒരു പ്രൊജക്റ്റിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ എന്തോ ഒരു സീൻ വരുമ്പോഴും ആ പ്രൊജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം ഈ സെക്സ് ബിറ്റാണ് വരുന്നത്. പടത്തുമായിട്ട് യാതൊരു ബന്ധമുള്ളതായിരിക്കില്ല, ഒരു ഇംഗ്ലീഷ് സീനൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ജനത്തിനത് കണ്ടാൽ മതി, അവർ ആ സെക്സ് സ്പിറ്റ് കാണാനായിട്ടാണ് കയറുന്നത്. ആ സിറ്റ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഇറങ്ങി. മലയാളം അവിടെ ആയതുകൊണ്ട് അവർക്ക് ബാക്കിയൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഇറങ്ങി പോരുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെ പോയാൽ പറ്റുകയെന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ഓഫീസിലെ കോസ്റ്റ്യൂംസ് ബോക്സിൽ നിന്നും കൈലിയും നമ്മുടെ അന്നത്തെ കൈലിയുണ്ട്, കൈലി മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് ഇവർക്ക് കൊടുത്ത് ഇവരുടെ വേഷമൊക്കെ മാറ്റിച്ച് 4 സൈക്കിളും കൊടുത്തു. ഇവർ സൈക്കിളിൽ അവിടെ ചെന്ന് സാധാരണക്കാർ പടം കാണുന്ന പോലെ ചെന്ന് അവിടെ ചെന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഒരാൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അവിടെ ഇരിക്കണം, പിന്നെ ഒരാൾ 2 സൈഡിലുമായിട്ടിരിക്കണം എന്ന് പറയും. 2 സൈഡിലുമായിട്ടിരുന്ന് അങ്ങനെ ഇവർ ഈ സെക്സ് ബിറ്റ് വന്നപ്പം പടാന്ന് ഇവർ ഡോർ തുറന്ന് ഇറങ്ങി ക്യാബിനിലേക്ക് ചാടിക്കയറിയപ്പം ഒരുത്തനിങ്ങനെ കയ്യിലിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇത് ഈ മറ്റേ ബിറ്റ് ചെയ്തിട്ട് ആ ചുറ്റിയും പോക്കറ്റിലേക്ക് ഇടും. ആ സമയത്ത് കയറി പിടിച്ചു. തിയേറ്റർ ക്ലോസ് ചെയ്തു, ഷോ ക്ലോസ് ചെയ്തു, കേസെടുത്തു. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാനൊരു 6 വർഷം ചെങ്കൽപ്പെട്ട് കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നു ഇതിന് സാക്ഷി പറയാനും ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് രാജശേഖരൻ നായർ ഉടൻ തന്നെ തമിഴ്നാട്ടിലെ മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം ഓർഡർ ഇട്ടു. എവിടെയെങ്കിലും മലയാള പടം പിടിക്കുന്നുണ്ട് ഇതേമാതിരി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അറിഞ്ഞിട്ട് എല്ലായിടത്തും പറഞ്ഞിട്ടും ദിനത്തന്തിയിലൊക്കെ ഇത് വാർത്തയാക്കി. എല്ലാ തിയേറ്ററുകാരെയും അറസ്റ്റ് ചെയ്ത്, ഇട്ട തിയേറ്ററുകാരെയൊക്കെ അറസ്റ്റ് ചെയ്ത്, മാനേജർമാരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് വലിയ പ്രശ്നങ്ങളാക്കി. അതൊരു വാർത്തയാക്കി. ആ വാർത്തയാക്കിയതോടുകൂടി മലയാള പടത്തിന് പിന്നെ ബിറ്റ് ഇട്ട് കളിക്കുന്ന പരിപാടി നിന്ന് മധുരയിൽ, തൃശ്ശിനാപ്പള്ളിയിൽ, കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മലയാള പടം കളിക്കുന്നിടത്ത് ഇതുപോലെ റൈഡ് ചെയ്ത് പിടിച്ചപ്പോഴത്തേക്ക് പിന്നെ മലയാള പടം കളിക്കാൻ ആൾക്കാർ പേടിയായി. ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ പെൻഡ്രൈവിൽ, ലോകയാത്രികന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഓരോ രാജ്യത്തെയും സഞ്ചാരത്തിനിടെയുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങളുടെ ഹൃദയസ്പർശിയായ അവതരണം. വീണ്ടും വീണ്ടും കാണാനും സൂക്ഷിച്ചു വെക്കാനും ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ വോളിയം നമ്പർ 1 സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് DK എന്ന് SMS ചെയ്യുക. DK എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995 444 222. അപ്പോൾ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ നിങ്ങൾക്കറിയാം, നമ്മൾ പോകുമ്പോഴത്തേക്കും വലിയ കട്ടൗട്ടുകളാണ്. അപ്പോൾ രജനീകാന്തിൻ്റെ, ശിവാജി ഗണേശൻ്റെ ഒക്കെ നമ്മൾ ആ കട്ടൗട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ മദ്രാസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ടൗട്ടുകൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. വലിയ കട്ടൗട്ടുകൾ. അതേമാതിരി തന്നെ നമ്മളും ഈ തമിഴ് പടം റിലീസ് ചെയ്യുന്ന പോലെ വലിയ കട്ടൗട്ടുകൾ വെച്ചു. മമ്മൂട്ടി ഇങ്ങനെ വടിയുമായിട്ട് കുത്തി നിൽക്കുന്നതും ത്യാഗരാജൻ ചെങ്ങലയിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള വലിയ കട്ടൗട്ടുകൾ വെച്ച് ഒരു 3-4 സ്ഥലത്ത് വെച്ച് ഇത് എന്തോ ഒരു വലിയൊരു പടം വരുന്നു എന്നുള്ളത് ഇനിയൂടെ ഇംഗ്ലീഷിലും തമിഴിലുമൊക്കെ അതിൻ്റെ ടൈറ്റിൽ എഴുതി സഫയർ തിയേറ്റർ നമ്മൾ ബുക്ക് ചെയ്തു. സഫയർ തിയേറ്ററിൽ നമ്മൾ സഫയർ തിയേറ്ററിൽ പടം റിലീസ് ചെയ്തു. സഫയർ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ മലയാളികളല്ലാത്ത ആളുകളോട് ഇങ്ങനെ പറഞ്ഞ് കേട്ട് ഈ പടം വന്ന് കാണാൻ തുടങ്ങി. പിന്നെ ന്യൂഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് എല്ലാ ലാംഗ്വേജും ഉണ്ട്. തമിഴുണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ചിത്രമായതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ന്യൂഡൽഹി ഒരു 1 ഹിറ്റായി. 125 ദിവസം അവിടെ ഓടി സഫയർ തിയേറ്ററിൽ, MG റോഡിലുള്ള സഫയർ തിയേറ്ററിലോടി. കോയമ്പത്തൂർ റിലീസ് ചെയ്തു, പിന്നെ ട്രിച്ചി റിലീസ് ചെയ്തു. അന്നേരത്തേക്ക് തന്നെ ഇപ്പം ആൾക്കാർ വരാൻ തുടങ്ങി നമ്മുടെ അടുത്ത്. സാർ സിറ്റി മേടിക്കാൻ വന്നു. അങ്ങനെ ഒരു ബാദ്ഷാ എന്ന് പറഞ്ഞ പാർട്ടി വന്ന് നമ്മൾ റിലീസ് കഴിഞ്ഞിട്ട് ബാദ്ഷായ്ക്ക് നമ്മൾ ആ ഏരിയ വിൽക്കുക. ഏകദേശം ഒരു തമിഴ് പടത്തിൻ്റെ ഏരിയ വിൽക്കുന്നത് പോലെ നമ്മൾ വിറ്റ് നമുക്ക് നല്ല പൈസ കിട്ടി. ഏകദേശം ഒരു അന്നത്തെ കാലത്ത് തന്നെ ഒരു 10 ലക്ഷം രൂപയോളം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കിട്ടി.
ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു മലയാള പടം എടുക്കുന്ന നമ്മൾ ഡൽഹിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്തുകൊണ്ട് 2 മലയാള പടത്തിൻ്റെ കാശായി. ഇന്നാണെങ്കിൽ പറ്റില്ല, ഒരു 10-30 കോടിയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചിത്രം എടുക്കാൻ പറ്റത്തുള്ളൂ. അന്ന് അന്ന് 15-16 ലക്ഷം രൂപയ്ക്ക് ഒരു മലയാള പടം തീരുമായിരുന്നു. പക്ഷെ മണി വാല്യൂ അന്നത്തെ വെച്ച് നോക്കുമ്പം അറിയാമല്ലോ. അപ്പം ഇതാണ്. അതുകൊണ്ട് ഇന്നിപ്പം അതെടുക്കണമെങ്കിൽ വലിയൊരു കോസ്റ്റ്. അപ്പോൾ അന്ന് നമുക്ക് 30,50,000 രൂപയാണ്. പക്ഷെ അന്ന് ആൾക്കാർ പറഞ്ഞു ഇത്രയും ജോലിക്ക് വട്ടുണ്ടോ, ഇതെങ്ങനെ മുതലാക്കും. പക്ഷെ നമ്മൾ കൂടുതൽ പ്രിൻ്റ് എടുത്ത് കേരളത്തിൽ അന്ന് പടത്തിന് ഒരുമാതിരി പേരായി. ഏകദേശം ഒരു 40 പ്രിൻ്റുകളോളം നമ്മളെടുത്ത് പെട്ടെന്ന് റിലീസ് ചെയ്ത് എസ്റ്റാബ്ലിഷ് കളഞ്ഞു. അങ്ങനെ നമുക്കൊരു നല്ല ഒരു ലാഭം ചിത്രത്തിൽ നിന്ന് കിട്ടി. സൂപ്പർ ഹിറ്റ് ലെവലിലേക്ക് അത് മാർക്കറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നല്ല ഈ ചിത്രം എവിടെ നിന്നെല്ലാം ആൾക്കാർ ചെന്നൈയിൽ വരുന്നോ, അല്ലെങ്കിൽ അന്നത്തെ മദ്രാസ് കേട്ടോ, ഇന്നത്തെ ചെന്നൈയിൽ വരുന്ന അവരെല്ലാം ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരും സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലാത്തവരും ഇങ്ങനൊരു പടം അവിടെ ഓടുന്നുണ്ട്, കണ്ടിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടു. അങ്ങനെയാണ് ആ 125 ദിവസം ചെന്നൈയിൽ ഓടിയത്. ഈ അടുത്ത കാലത്ത് ഒരു 2 വർഷം മുമ്പ് 2-3 വർഷം വേണം, ഇന്ത്യൻ സിനിമയുടെ 100 വർഷം ചെന്നൈയിൽ ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ഞങ്ങളെയൊക്കെ ഒന്ന് ആദരിക്കുവാൻ, അതായത് മലയാള സിനിമയിലെ നോട്ടഡായിട്ടുള്ള ആൾക്കാരെ ആദരിക്കാനായിട്ട് എനിക്കും ക്ഷണം കിട്ടി. ഞാനുണ്ട് പഴയ NG ജോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ GO കുട്ടപ്പൻ സാറ്, പിന്നെ സുരേഷ്, മേനക സുരേഷ്, അങ്ങനെ മമ്മൂട്ടി, അങ്ങനെ എല്ലാവരും മലയാള സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് ഞങ്ങൾ പോയി ഈ അവാർഡ് സ്വീകരിച്ചു. ആ സമയത്ത് വൈകിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ലിമരഡിൻ ഹോട്ടലിൽ ഞാനും കുട്ടപ്പ സാറ്, NG ജോൺ എന്ന് പറഞ്ഞ കുട്ടപ്പ സാറ്, 7-ാം കടലിനക്കരയൊക്കെ എടുത്ത കുട്ടപ്പ സാറ് ആയിട്ട് ഇങ്ങനെ പോകും. പെട്ടെന്ന് ഓപ്പോസിറ്റ് ഇങ്ങനെ രമേഷ് സിപ്പി, ഷോലയുടെ ഡയറക്ടർ വരുന്നു. ഞാൻ ഉടനെ അദ്ദേഹത്തെ സാർ കൈ കൊടുത്തു. പുള്ളി എൻ്റെ അടുത്ത് നിന്നു. അങ്ങനെ ഐ എം ജോയ് തോമസ്, മലയാളം പ്രൊഡ്യൂസർ, മലയാളം ന്യൂ ഡൽഹി. Oh, yeah, Joshi directed that movie. Yeah, okay, isn't it? The banner is Jubilee. Oh, yeah. Oh, you are Jubilee. Oh, yeah. വലിയ സന്തോഷമായി കണ്ട്. അപ്പോൾ അത്രയ്ക്ക് പിന്നെ ആൾക്കാർക്ക് ന്യൂഡൽഹിയുമായിട്ട് നോട്ടബിൾ ചിത്രമായിട്ട് മാറിയെന്നുള്ളൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അദ്ദേഹത്തുമായിട്ട് ഉടനെ നമ്മൾ 2-3 മിനിറ്റ് സംസാരിച്ചു. വളരെ സന്തോഷം. ഞാൻ ജോൺ സാറിനെ, NG ജോൺ എന്ന് പറഞ്ഞ് കുട്ടപ്പ സാറിന് പെട്ടെന്ന് മനസ്സിലായില്ല ആരാന്നുള്ളത്. അത് കഴിഞ്ഞ് കുട്ടപ്പ സാർ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷോളയുടെ ഡയറക്ടർ രമേഷ് സിപ്പി, ഹോ എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പം അങ്ങനെ വരെ നമുക്ക് ജൂബിലിയുടെ ബാനറും ജോഷി ഡയറക്റ്റ് ചെയ്ത പടമെന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ അറിയുവാനായിട്ട് സാധിക്കുകയും നല്ല പ്രശസ്തി നേടുത്തുന്ന ചിത്രമായിരുന്നു ന്യൂഡൽഹി എന്ന് പറയുന്നത്. മലയാള സിനിമയ്ക്ക് തന്നെ എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരു ചിത്രമായിട്ട് ന്യൂഡൽഹി മാറിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു പുനർജന്മം എന്ന് തന്നെ വേണമെങ്കിൽ ആ ചിത്രത്തെ പറയാം. മമ്മൂട്ടിയെ വളരെ കാര്യമായിട്ട് കേട്ടോ. മമ്മൂട്ടിക്ക് അന്നത്തെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 45-50 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. ചെറുപ്പക്കാരനായ മമ്മൂട്ടി ആ വേഷം ചെയ്തത് തന്നെ വലിയൊരു കാര്യമാണ്. വളരെ തന്മയത്വത്തോടെ ഒടിഞ്ഞ കാലിന് ഒരു ഇത് വിട്ട് വളരെ പ്രയാസപ്പെട്ട്, കാലിലൊക്കെ ചില സമയത്ത് പെയിൻ എടുക്കും, നടക്കാൻ മേല, നടക്കുമ്പോഴത്തേക്കിന് കാലിൻ്റെ അടിയൊക്കെ ഭയങ്കര പെയിനാണ്. പക്ഷെ എന്നാലും അതൊക്കെ വെച്ചുകൊണ്ട് മമ്മൂട്ടി ആ വേദനകളെല്ലാം സഹിച്ച് ആ ചിത്രം അഭിനയിച്ചത് ഇന്നും നമുക്ക് മറക്കാനാവത്തില്ല. അത് മനോഹരമായിട്ടത് ചെയ്തു. അതായത് ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം പറഞ്ഞാൽ ഞാനിന്ന് പത്രലോകം കീഴടക്കി, ഞാനിന്നൊരു എൻ്റെ ഇൻടോക്സിക്കേഷനാണുള്ള പത്രലോകം മുഴുവൻ ഞാൻ കീഴടക്കി എന്ന് പറയുന്ന സീന് ആക്ച്വലി സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരുന്നത് ഓഫീസിൽ വെച്ചാണ്. ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ച് മരിയ ഫെർണാണ്ടസിനോട്
പറയുന്നതായിട്ടായിരുന്നു. നീ എന്നെ ഉപദേശിക്കരുത്, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയുന്ന സീനുണ്ട്. നമ്മളത് നോക്കിയപ്പോഴത്തേക്കിന് അത് ഇങ്ങനെ അകത്തെടുത്താൽ പ്രയോജനമില്ല. ഡൽഹിയിൽ വന്നിട്ട് അകത്ത് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് പെട്ടെന്ന് ഈ രാത്രി മുഴുവൻ പത്ര ഓഫീസിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ആ ക്ലൈമാക്സ് ഒക്കെ എടുത്തിട്ട് അതിന് ശേഷമാണ് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് അവിടെ ഞങ്ങൾ സെറ്റപ്പായി. പാർലമെൻറ്റ് സൗത്ത് ബ്ലോക്ക് നോർത്ത് ബ്ലോക്ക് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് ആ വിജയ് ചൗക്കിൽ വെച്ചാണ് ഞങ്ങൾ അത് ചെയ്തത്. രാവിലെ മോർണിംഗ് വാക്ക് പോകുന്നതിൽ എടുത്ത് അത് മനോഹരമായ ഒരു സീനാണ്. എന്തായാലും അത് ആ സീനാണ് നമ്മൾ പോസ്റ്ററിൽ തന്നെ വെച്ചിരിക്കുന്നത്. 6 ഷീറ്റ് പോസ്റ്ററായിട്ട് വെച്ചിരിക്കുന്നത് ആ സീനാണ്, ഡൽഹി കാണിച്ചുകൊണ്ടുള്ള. അതൊക്കെ ഒരു അവസരം ദൈവമായിട്ട് അത് തോന്നിച്ചെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അത് അകത്ത് വെച്ചെടുത്തിരുന്നെങ്കിൽ, ഓഫീസിൻ്റെ അകത്ത് വെച്ചെടുത്തിരുന്നെങ്കിൽ ഇത്രയും മനോഹരമാകത്തില്ലായിരുന്നു. എല്ലാം ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിത്രം വിജയിക്കണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. അത് നമുക്ക് സാധിച്ചു വന്നു. സർവശക്തനായ ദൈവത്തിന് നന്ദി.